ദേ, എന്താ നിന്റെ പ്ലാൻ? സ്വാതിയോടൊപ്പം ചേർന്ന് എന്നെ ദ്രോഹിക്കാനാണോ? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. ഇനി ഗൗരിയച്ചയുടെ വാക്ക് കേട്ട് എന്റെ തെറ്റ് ആവർത്തിക്കാൻ ഞാൻ തയ്യാറുമല്ല. ഓഹോ, അപ്പൊ ഇതുവരെ ചെയ്തതൊക്കെ മറന്ന് നീ വലിയ പുണ്യാളത്തിയായി. എടീ, നിന്റെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവളാ ആ സ്വാതി. അത് നീ മറക്കരുത്. മതി, നിർത്ത്. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. സ്വന്തം ഭർത്താവ് ചെയ്ത തെറ്റ് മറക്കാൻ സ്വാതി എടുത്തെ കുറ്റപ്പെടുത്തിയത് മതി. കമ്പനി കാണിച്ച കള്ളത്തരം പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രാണോ സ്വാതി എടുത്തിന്റെ വിഗ്രഹം രാജീവേട്ടന് ഉടച്ചു കളഞ്ഞത്? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. സ്വാതി എടുത്തി ആ പൂജയിൽ പങ്കെടുക്കരുതെന്ന് ആരാ തീരുമാനിച്ചത്? നിങ്ങളോ അതോ രാജീവേട്ടനോ? എടീ, എന്റെ വീട്ടിൽ താമസിച്ചുണ്ടാ നീ എനിക്കെതിരായിട്ട് സംസാരിക്കുന്നത്. അത് നിനക്ക് ഓർമ്മ വേണം. നിങ്ങളുടെ വീടോ? ഏത് വകയില്? കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീടാ ഭാര്യയ്ക്ക് സ്വന്തം വീട്. ആ കണക്ക് നോക്കിയാലേ ഇത് എന്റെ വീടാ. ഞാനേ ഈ വീട്ടിലെ ഇളയ മകന്റെ ഭാര്യ, മരുമകൾ. നിങ്ങളിവിടെ ഭർത്താവിനെയും കൂട്ടി വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നവൾ. നീ എന്റെ നേരെ പോരിന് വരുവാണോ? ആരോടും പോരെടുക്കാനും വഴക്കിടാനും ഒന്നും എനിക്കിനി വയ്യ. എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നിലതെറ്റിയിരിക്കുവാ ഞാൻ. എന്റെ ജീവിതത്തിലെ ആ തീരാ നഷ്ടത്തിന് കാരണം നിങ്ങളുടെ ഭർത്താവാ. അത് മറന്നു പോരുത്. ഞാൻ മാത്രല്ല, ഗിരിയേട്ടന് ആ സങ്കടത്തിന്ന് ഇതുവരെ മോചിതനായിട്ടില്ല. പിന്നെ ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഇനി ഞാൻ എവിടെ പോയാലും എന്റെ ഭർത്താവ് എന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഉറപ്പാ. നീയേ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചു. കൂടെ കൊണ്ടു നടന്ന് ഈ വീട്ടിൽ നിവർന്നു നിൽക്കാൻ പ്രാപ്തിയാക്കിയതേ ഈ ഞാനാ. അത് നീ മറക്കരുത് നന്ദിനി. അതെനിക്ക് വേണ്ടിയാണോ? ഗൗരിയച്ചയുടെ കുത്തിത്തിരിപ്പുകൾക്കൊപ്പം നിൽക്കാൻ എന്നെ കൂടെ കൂട്ടി. പാവം സ്വാതി എടുത്തേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. അതിന്റെ ശിക്ഷയാ ദൈവം ഇപ്പൊ എനിക്ക് തന്നത്. അങ്ങനെ സമാധാനിക്കാൻ ഞാനിപ്പോ. എടീ, സ്വാതി കമ്പനിയുടെ ചെയർമാൻ ആയപ്പോ നീ മറുകണ്ടം ചാടി. പക്ഷെ നീ ഒന്നും ഓർത്തോ, വരാനിരിക്കുന്നതേ വലിയ കളികളാ. നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കളികൾ. ഗൗരിച്ചി, സ്വാതി എടുത്തെ തോൽപ്പിക്കാനുള്ള ദുഷ്ടബുദ്ധി ഉപേക്ഷിച്ച് അവരുടെ കൂടെ നിൽക്കാൻ നോക്ക്. ചിലപ്പോ രാജീവേട്ടന് ജോലിയെങ്കിലും തിരിച്ചു കിട്ടും. കഞ്ഞി കുടിച്ച് കിടക്കാം. നീ എന്നെ അധിക്ഷേപിക്കുന്നോടി, കാൽക്കാശിന് വകയില്ലാത്ത തെണ്ടി. മുറിയിൽ ചെന്ന് കണ്ണാടി നോക്കി അതങ്ങ് സ്വയം വിളിച്ചാ മതി. ഭർത്താവിന്റെ സഹോദരി ആയതുകൊണ്ട് ഞാനത് ക്ഷമിക്കാം. ഇല്ലെങ്കിൽ ഈ കൈ ഇപ്പൊ കരണത്ത് പതിഞ്ഞേനെ. എന്ത് പറഞ്ഞടി? നിഴഞ്ഞ വേണ്ട ഗൗരിയച്ചി, നമ്മൾ തമ്മില് ഇങ്ങനെ ഒരു സീൻ മേലിലുണ്ടാവരുത്. തല്ല് വാങ്ങിക്കാൻ മാത്രല്ല, കൊടുക്കാനും എനിക്കറിയാം. സ്വാതിയെടുത്ത് പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് കുറച്ചു നേരം വിശ്രമിക്കണം. പോട്ടെ. നിന്നെ ഞാൻ കാണിച്ചു തരാടി. അങ്ങനെ പറയല്ലേ അച്ഛാ.
ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ മോശമായൊരു കാര്യം നടന്നിട്ടില്ല. അതിനുള്ള ശിക്ഷയാ ഇപ്പൊ അവന് കിട്ടിയത്. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. രാജീവ് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. അതിന്റെ ഫലം നമ്മളെല്ലാം അനുഭവിച്ചു. പക്ഷേ അതൊക്കെ ഇത്ര വേഗം മറക്കണമെന്നാണോ നീ പറയുന്നേ? അവര് തെരുവിൽ ജീവിക്കാൻ ഇടവന്നാ അത് നമുക്ക് നാണക്കേടല്ലേ അച്ഛാ? കുടുംബത്തിന്റെ അഭിമാനം, അന്തസ് നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ നമ്മളായിട്ടൊരു വഴി കൊടുക്കണോ? ഈ ഒരു തവണത്തേക്ക് നമുക്ക് അവരോട് ക്ഷമിക്കാം. അവരെ തിരിച്ചു വിളിക്കച്ചാ. നിന്റെ മനസ്സ് എനിക്കറിയാം മോളെ. സ്വയം വേദനിച്ചായാലും മറ്റുള്ളവരെല്ലാം സന്തോഷമായിട്ടിരിക്കണം. ഗൗരി നിന്നെ എത്ര അധിക്ഷേപിച്ചു, എന്നിട്ടും അവളോട് സ്നേഹം. നിനക്ക് മാത്രമേ ഇതിന് കഴിയൂ മോളെ. പോലീസ് സ്റ്റേഷനിൽ നീ അനുഭവിച്ചതൊക്കെ നിനക്ക് മറക്കാൻ പറ്റൂ? ഈ വീട്ടിൽ ജനിക്കേണ്ടിയിരുന്ന ഒരു കുഞ്ഞ അവൻ കാരണം ഇല്ലാതായിപ്പോയത്. അവനെയും അവളെയും ഇനി ഇവിടെ താമസിപ്പിച്ച നന്ദിനോട് നമ്മൾ എന്ത് മറുപടി പറയും? വേണ്ട മോളെ, നന്ദിനിയുടെ കണ്ണീര് ഇനിയും കാണാൻ വയ്യ. അവരിവിടുന്ന് ഇറക്കി വിട്ടത് വേദനയോടുകൂടി തന്നെയാണ്. അത് സഹിച്ചേ പറ്റൂ. ഞാൻ അവരുടെ ഏട്ടത്തിയമ്മയല്ലേ അച്ഛാ. ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ എനിക്കിപ്പോ ശീലമായി കഴിഞ്ഞു. ഈ കുടുംബത്തിലെ മക്കളാരും പരസ്പരം കലഹിച്ച് പിരിയാതെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? ഹലോ വല്യച്ഛ, ഞങ്ങള് തിരിച്ചു വന്നോട്ടെ വല്യച്ഛ. ഞങ്ങളെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വിശന്ന് വലഞ്ഞിട്ടും ഞാനിപ്പോ തളർന്ന് വീഴും. ഞാനും ഗൗരിയും കൂടെ ഒരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് വരാം. വന്നോട്ടെ വലിച്ച. വലിച്ച വലിച്ച ഹലോ ഹലോ. എന്ത് പറഞ്ഞു? വലിച്ചൻ ഫോൺ കട്ട് ചെയ്തു. നാണം കെടുത്തിയ നീയാ? അവനെയല്ല എന്നെ. ഞാൻ ഇനി എങ്ങനെ മഹേഷേട്ടന് മൂത്തോ കൂടി 5 ലക്ഷം ആ പണം കൊണ്ട് നിന്റെ അടുത്ത് തീർത്തോ? നാളെ രാവിലെ തന്നെ ആ പണം തിരിച്ചു കൊടുത്ത് മഹേഷേട്ടനോട് പോയി മാപ്പ് പറയണം നീ. ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിറങ്ങി പോകേണ്ടി വരും. അഭിമാനം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാടി. സതുവേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ആ പണം ഞാൻ പലിശക്ക് കൊടുത്തിരിക്കുക. പലിശക്കോ? ആർക്ക്? പലിശക്കാരൻ സുരേന്ദ്രന് 1 മാസത്തെ അവധിക്ക്. പലിശക്കാരൻ സുരേന്ദ്രൻ? നാളെ രാവിലെ തന്നെ പോയി അത് വാങ്ങണം. നേരത്തെ അച്ഛനോട് പറഞ്ഞ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. ഇത്ര അനുഭവിച്ചിട്ടും ഏട്ടത്തെ ഇനി അവർക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്ന എന്തിനാ എനിക്ക് മനസ്സിലാവാത്തത്. നന്ദിനി, കുടുംബം എന്ന ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരിടം മാത്രമല്ല, ബന്ധങ്ങളുടെ കല്ലുകൾ ചേർത്തുണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മാത്രം മനുഷ്യന്മാര് ജീവിക്കുന്ന ഒരിടം. സ്വാതിയെടുത്ത് പറഞ്ഞത് ശരിയാ. പക്ഷേ ഇന്ന് വരെ ഞാനോ ഗൗരിയേച്ചിയോ ആ സ്നേഹം ഏട്ടത്തിയോട് കാണിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും ഇപ്പോഴും ഏട്ടത്തെ ഞങ്ങളെ സ്നേഹിക്കുന്ന എന്തിനാ? കുടുംബത്തിന്റെ ശക്തിയാ അത്. ഗിരി, ഗൗരി വാശിക്കാരിയാ. രാജീവ് കാണിച്ച കൗശലം കൊണ്ടാ ഞാനും നീയും ദുരന്തങ്ങൾ അനുഭവിച്ചത്. പക്ഷെ ആ ദുരന്തം ഇനി ഈ വീട്ടിൽ ആവർത്തിക്കരുത്. അവരെ തിരിച്ചു വിളിക്കണമെന്നാണോ ഏടത്തി പറയുന്നത്? ഏടത്തി, അവൾ എന്റെ കൂടെപ്പിറപ്പാ. ഒരമ്മയുടെ തന്നെ വയറ്റിന്ന് വന്നവരാ ഞങ്ങള്. നെഞ്ചു പിടയുന്ന വേദന എനിക്കും ഉണ്ടായിരുന്നു അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുമ്പോ. പക്ഷേ ഞാനത് പുറമെ ഒരു തരിമ്പ് പോലും കാണിച്ചില്ല. എന്താന്നറിയോ, അവൾ ഇനി ഇവിടെ താമസിച്ച അവളുടെ ജീവിതം നശിക്കുകയുള്ളൂ. ചിലപ്പോ അവളൊരു മാനസിക രോഗി ആയി പോവാനും അതു മതി. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതോ അതോ സ്വയം ഇറങ്ങി പോകുന്നതോ? എന്തായാലും നിനക്കെന്താ? വാ രാജുവേട്ടാ, നമുക്ക് പോവാം. നിക്ക്. എന്തായാലും ഈ പെരുവഴിയില് നിങ്ങളെ ഉപേക്ഷിച്ച് എനിക്ക് പോവാൻ പറ്റുമോ? നീ എന്റെ ഗിരിയേട്ടന്റെ സഹോദരിയായി പോയില്ലേ? അതെ, ഞങ്ങക്ക് നിന്റെ ഒരു സഹായം വേണ്ട. വാ രാജുവേട്ടാ, പെട്ടി എടുക്ക്. നിക്ക്. ഈ രാത്രി നിങ്ങൾ ഇങ്ങനെ പെരുവഴി കിടക്കേണ്ടവരല്ല. നിങ്ങളെ ഞാൻ സഹായിക്കാം. കഴിക്കാൻ ആഹാരവും കിടക്കാൻ സ്ഥലവും ഞാൻ തരാം. എന്താ, വരുന്നോ?
വരുന്നെങ്കി എന്റെ വണ്ടി കയറാം. ഗൗരി, നമുക്ക് ഇവളുടെ കൂടെ പോവാം. ഇതുപോലൊരു സഹായം ഇനി ഈ രാത്രിയിൽ കിട്ടില്ല. ഗൗരി, നീ വാ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ദൈവം കൊണ്ടുവന്ന വണ്ടി ഇത്. മടിക്കാതെ വാ ഇങ്ങോട്ട്. എന്റെ കൂടെ വരുന്നില്ലേ? ഈ രാത്രി വഴി കണ്ട ചാവാലി പട്ടികൾക്കൊപ്പം കിടക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയാവാം. അതല്ല, നല്ല പട്ടുമെത്തയില് AC റൂമിൽ കിടക്കണമെങ്കിൽ വാ, എന്റെ വണ്ടി കയറ്. കേറിക്കോ. എന്താ കേറുന്നില്ലേ? എപ്പോഴേ കേറി. നീങ്ങ ഗൗരി. കഴിക്ക് ഗൗരി. പണ്ട് നീ എനിക്ക് ഒരുപാട് ഭക്ഷണം വിളമ്പി തന്നിട്ടുള്ളതല്ലേ? ഇത് അതിന് പകരമാണെന്ന് വിചാരിച്ചാ മതി. രാജീവിന് നല്ല വിശപ്പുണ്ടായിരുന്നല്ലേ? ഗൗരി, എനിക്ക് നിന്നോടിപ്പോ ഒരു വിരോധവും ഇല്ല. പണ്ടത്തെ സ്നേഹം തന്നെയാ ഇപ്പോഴും എനിക്ക് നിന്നോട്. അതുകൊണ്ടാ രാത്രി വഴിയില് നിങ്ങളെ തനിച്ചു കണ്ടപ്പോ വണ്ടി നിർത്തിയതും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതും. കഴിക്ക് ഗൗരി. നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒരു ദയയില്ലാതെ ഇറക്കി വിട്ടത് ഒട്ടും ശരിയായില്ല. സ്വാതിയായിരിക്കും എല്ലാത്തിനും പിന്നിൽ. അവൾ ഒറ്റ ഒരുത്തിയായി ഇതിനെല്ലാം കാരണം. ഇവിടുന്ന് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് രാജീവന്റെ തലയിൽ കുറ്റം ചാർത്തി ഞങ്ങളെ രണ്ടുപേരെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു. അറിഞ്ഞോ, ഗിരികളിൽ എന്നെ നല്ലോണം എടുത്തിട്ട് പെരുമാറി. കഷ്ടമായിപ്പോയി. കമ്പനിയിൽ ഗിരിക്കുള്ള അതേ അധികാരം ഗൗരിക്കില്ലേ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പോഴും അവള് തന്നെയാ. അവളുടെ വാക്കാ ഇപ്പൊ അവിടെ എല്ലാവർക്കും വേദവാക്യം. എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും അവള് തന്നെയാ. അല്ല വേദേ, സത്യത്തിൽ അമ്മ മരിച്ചത് വേദ കാരണമാണോ? രാജീവിട്ട ചോദിക്കട്ടെ ഗൗരി, അതറിയാൻ രാജീവിന് അവകാശമുണ്ടല്ലോ. സത്യത്തിൽ അതൊരു അബദ്ധമായിരുന്നു. അമ്മയ്ക്കെന്നെ എന്തൊരിഷ്ടമായിരുന്നു എന്ന് ഗൗരിക്കറിയാലോ. എന്നിട്ടും അമ്മയെ കൊന്ന കേസിൽ എന്നെ പ്രതിയാക്കി ജയിലിലടച്ചു. അവൾ ഒറ്റ ഒരുത്തിയാ എല്ലാത്തിനും കാരണം. അതിന് ആ ജോലിക്കാരി കുറ്റം ഏറ്റെടുത്തല്ലോ, കാട്ടാക്കട അമ്പിളി. സത്യത്തിൽ അവൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആ കുറ്റം ഏറ്റെടുത്തതാ രാജീവേ. അമ്മയുടെ മരണത്തിന് പിന്നിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ചേട്ടാ, ശരി ശരി.
വാ. ദേ രാജുവേട്ടാ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്ത് വന്നാലും എന്റെ കൂടെ നിന്നോണം. അത് ഞാൻ ഏറ്റു. വാ. എന്ത് വേണം? അതെന്താ ഗിരി അങ്ങനെ ചോദിച്ചത്? നന്നായിട്ട് വിശക്കുന്ന കളിയാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയവും കഴിഞ്ഞു. ഇതെന്താ ഹോട്ടലാണോ? ഇങ്ങനെ സമയം വന്ന് കഴിച്ചിട്ട് പോവാൻ? എവിടുന്നാ വന്നതെന്ന് വെച്ചാ അവിടേക്ക് തന്നെ തിരിച്ചു വയ്ക്കോ. ഇതിനകത്തേക്ക് നിങ്ങൾ ഇനി കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് വാശി വേണോ ഗിരി? എനിക്കും കൂടി അവകാശപ്പെട്ട വീട്ടിൽ നിന്ന് ഇന്നലെ നീ എന്നെ ഇറക്കി വിട്ടു. പക്ഷെ ഇപ്പൊ ഞങ്ങള് തിരിച്ചു വന്നതേ നീ പറയുമ്പോ മടങ്ങിപ്പോവാനല്ല, അകത്തേക്ക് കേറാൻ തന്നെയാ. അത് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? വാ രാജീവേട്ടാ, മാറിക്കടാ. നിൽക്കടി അവിടെ. എന്താ എന്താ നിന്റെ ഉദ്ദേശം? ഈ വീട്ടിൽ ഇനിയും പ്രശ്നം ഉണ്ടാക്കാനാണോ? രാജീവേ, നീ ഇവളുടെ ഭർത്താവാ, അല്ലാതെ ഇവള് നിന്റെ ഭർത്താവല്ല. ഇനി നിന്റെ വീട്ടിൽ വേണം നിന്റെ ഭാര്യ നിൽക്കാൻ. വേഗം ഇവളെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. അവിടുന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു വല്യച്ഛ. പോകാൻ ഞങ്ങൾക്ക് വേറെ ഇടയില്ല. ദയവേത് ഞങ്ങളെ ഇറക്കി വിടരുത്. അത് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? മര്യാദയ്ക്ക് ഇവിളെയും കൊണ്ട് ഇവിടെ ഇറങ്ങിപ്പോയ്ക്കോ, ഇല്ലെങ്കിലേ വിവരം അറിയും. അയ്യോ ഗൗരി. രാജീവേട്ടൻ പേടിക്കണ്ട, ഇനി ഇവൻ രാജീവേട്ടനെ തൊടില്ല. ഇവിടെ ഇനി നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. ഞാനിപ്പോ തന്നെ സാധനത്തിന് വിളിച്ച് പറയാം. അദ്ദേഹം വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അയ്യോ വേണ്ട വല്യച്ഛ. എടാ, മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോകാനാ പറഞ്ഞത്. എന്തു വന്നാലും നിങ്ങൾ ഇനി ഇവിടെ താമസിപ്പിക്കുന്ന പ്രശ്നമില്ല. ഇനി ഒരു അടി മുന്നോട്ട് വെച്ചാ അടിച്ച് നിങ്ങളുടെ കാലൊടിക്കും ഞാൻ. ഗിരി, മതി. അഭയം തേടി വരുന്നവരെയും വിശപ്പിന് ആഹാരം ചോദിക്കുന്നവരെയും ഇറക്കി വിടുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഭിക്ഷക്കാര് വന്നാ പോലും നമ്മൾ ഭക്ഷണം കൊടുക്കാറില്ലേ? അച്ഛാ, എനിക്കൊരു അപേക്ഷയുണ്ട്. ആ മാന്യതയെങ്കിലും ഇവരോട് നമ്മൾ കാണിക്കണം. എടി, നിന്റെ ദയക്ക് വേണ്ടി യാചിക്കാൻ വന്നതൊന്നും അല്ല ഞങ്ങള്. ഇതേ എന്റെയും കൂടെ വീടാ. ഇവിടെ തന്നെ ഞാനും എന്റെ ഭർത്താവും താമസിക്കും. നീ ഞങ്ങളെ ഭിക്ഷക്കാരായിട്ട് കരുതി അങ്ങനെ താഴ്ത്തിക്കെട്ടണ്ട. എന്റെ രാജീവേട്ടന് ഒരു അബദ്ധം പറ്റി. അതിന്റെ പേരിൽ ഇവിടെ അടിമകളെ പോലെ നിൽക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല. ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എവിടുന്നാ വന്നെന്ന് വെച്ചാൽ അങ്ങോട്ട് തന്നെ തിരിച്ചു പോക്കണം. അച്ഛാ, ചെയ്ത തെറ്റിന് ഗിരി രാജീവിന് ശിക്ഷ നൽകി. ഇവിടുന്ന് അവരെ ഇറക്കി വിടുകയും ചെയ്തു. അവിടെ രാജീവിന്റെ വീട്ടിൽ നിന്നും ഇവരെ ഇറക്കി വിട്ടു. ഒരു ദിവസം തെരുവിലും കഴിഞ്ഞു. ഇവര് തിരിച്ചു കയറിക്കോട്ടെ അച്ഛാ. ഇത്തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാം. അത് പറ്റില്ല സ്വാതി. ഇവളെ പോലൊരു വിഷജന്തുവിനെയും ഇവനെ പോലൊരു സൂത്രക്കാരനെയും ഒരിക്കലും നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. ഏടത്തി എന്തിനാ ഇവർക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നത്? ഇവരെങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോട്ടെ. അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകാനല്ല ഞങ്ങൾ വന്നത്. ഒരുറച്ച തീരുമാനത്തിലാ. എന്ത് തീരുമാനം? ഇനിയും ഞങ്ങളെ ഇറക്കി വിടാനാണ് ഉദ്ദേശമെങ്കിൽ രാജീവേട്ടാ, അതിങ്ങെടുത്തേ. ദാ ഇത് കണ്ടോ? വിഷമ, നല്ല ഒന്നാം തരം വിഷ. ഇത് കഴിച്ച് ഞങ്ങൾ ഈ വീടിന് മുന്നിൽ ആത്മഹത്യ ചെയ്യും. എല്ലാവരെ കൊണ്ടും ഞങ്ങളുടെ മരണത്തിന് ഞങ്ങൾ സമാധാനം പറയിക്കും. പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എല്ലാവരുടെയും പേര് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അച്ഛാ, ഇവരീ പറയുന്നതൊക്കെ ഭയം കൊണ്ടാ. ഗിരി, ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഗൗരിക്കും കൂടി അവകാശപ്പെട്ട വീടായത്. അച്ഛാ, ഗിരി, ഇനി ആരും എതിര് പറയരുത്. ഇവരെ ഞാൻ അകത്തേക്ക് കയറ്റാൻ പോവാ. നമ്മുടെ കമ്പനി ഇപ്പോ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ കൂടെ കടന്നു പോവാ. കഴിഞ്ഞ കുറച്ച് നാളായി കമ്പനിയുടെ ചെയർമാൻ സ്ഥാനത്ത് ആരും ഇല്ലാണ്ടായിട്ട്. അത് വലിച്ച വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു വലിച്ച. ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പറ്റില്ല.
കമ്പനിക്കൊരു ചെയർമാൻ ഉണ്ടായേ പറ്റൂ. അച്ഛൻ തന്നെ ആ സ്ഥാനത്ത് തുടരണമെന്നാ എന്റെ അഭിപ്രായം. ആ സ്ഥാനത്ത് തുടരാൻ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. തൽക്കാലം മറ്റൊരാളെ ചെയർമാനാക്കാനാണ് എൻ്റെ തീരുമാനം. ആരുടെ കാര്യമാണ് വല്യച്ഛൻ ഉദ്ദേശിക്കുന്നത്? വലിച്ച എന്റെ രാജീവേട്ടന് ഒരിക്കലും ഒരു തെറ്റ് പറ്റിയെന്നുള്ളത് നേരാ. പക്ഷെ ഇനി അങ്ങനെ ഒരു തെറ്റ് രാജീവേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തില്ല. ഇനി വല്യച്ഛനും ഗിരിയാളിയനും പറയുന്നത് പോലെ മാത്രമേ ഞാൻ എന്ത് കാര്യം ചെയ്യൂ. സത്യം. ഇപ്പോഴത്തെ അവസ്ഥയില് ഗിരിക്ക് സപ്പോർട്ടായിട്ട് അച്ഛൻ തന്നെ കമ്പനിയിൽ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, വയസ്സന്മാരെയല്ല ചെറുപ്പക്കാരെയാ ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് ആവശ്യം. അതിനു പറ്റിയ ഒരാളെ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രായോഗിക ബുദ്ധിയും യുക്തിയും കൊണ്ട് ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ മിടുക്കുള്ള ഒരാളെയാണ് പുതിയ ചെയർമാനാക്കുന്നത്. വല്യച്ഛനൊന്ന് തെളിച്ചു പറയും. നീലിനെയാണോ ഉദ്ദേശിച്ചത്? നീലിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നാരാ? എന്റെ രാജീവേട്ടനാണോ? കമ്പനി നല്ലപോലെ നോക്കി നടത്താനുള്ള ഒരാളെ കുറിച്ചാ ഇവിടെ സംസാരിക്കുന്നത്. ഈ കുടുംബത്തെയും നമ്മളെയും കമ്പനിയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ ഈ വീട്ടിൽ. അതെന്റെ സ്വാതിമോള. സ്വാതിയാണ് കമ്പനിയുടെ പുതിയ ചെയർമാൻ. എന്താ ഈ രാത്രിയില്? വേദ, ഇവിടെ കാര്യങ്ങളാകെ തല കീഴായിട്ട് മറിഞ്ഞു. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തു പറ്റി? എന്താ പ്രശ്നം? ഇവിടെ സ്വാതിയെ കമ്പനിയുടെ ചെയർമാനാക്കാൻ വലിയച്ഛൻ തീരുമാനിച്ചു. അവള് കമ്പനിയുടെ ചെയർമാനായ പിന്നെ എന്റെ രാജീവേട്ടന്റെ കാര്യം പോക്ക. ചില കാര്യങ്ങൾ നമുക്ക് തടയാൻ കഴിയില്ല ഗൗരി. അപ്പോ അവള് കമ്പനി ചെയർമാൻ ആകട്ടെ എന്നാണോ വേദയും പറയുന്നേ? എന്നല്ല, അവളതിന് തയ്യാറാവട്ടെ. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ശരി ശരി. ഇത് കലക്കും. തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. പക്ഷേ പൊട്ടിത് വേണ്ട. ഗൗരി, എന്താ? എനിക്ക് പതിവുള്ള ബൂസ്റ്റ് ഇട്ട ബദാം പാൽ എവിടെ? ബദാം പാലും കൂച്ചോണ്ട് ഇവിടെ അങ്ങ് ഇരുന്നോ. സ്വാതിയെ കമ്പനി പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അവളെ മനസമാധാനത്തോടെ വിടണോ? വിടാൻ പാടില്ല, വിടാൻ പാടില്ല. എങ്കിൽ എന്റെ ജോലി പോക്ക. പിന്നെ ആ ഓഫീസിന്റെ 7 അയലത്ത് പോലും അവരെന്നെ അടുപ്പിക്കില്ല. എങ്കിലേ നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെ കുത്തിയിരിക്കാതെ. വരാൻ നമുക്ക് അവളെ അനുഗ്രഹിച്ച് ഓഫീസിലോട്ട് വിടാം. ഞാൻ വരുന്നില്ല. ഗൗരി തന്നെ പോയാ മതി. ഈ പെണ്ണുങ്ങൾ സംസാരിക്കുന്നതിനിടയിലേ ആണായ ഞാൻ വരുന്ന ശരിയല്ല. കൂടുതൽ അഹങ്കരിക്കല്ലേ മോളെ. സ്വാതി, എന്റെ രാജീവേട്ടനെ കമ്പനിയിൽ തിരിച്ചെടുത്തേ പറ്റൂ. അതിനെ അവനെ ആരും പിരിച്ചുവിട്ടിട്ടൊന്നുമില്ലല്ലോ. കുറച്ചു ദിവസം കമ്പനിയിൽ വരണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് പിരിച്ചുവിട്ടതിന് തുല്യമാണെന്ന് ഇവിടെ ആർക്കാ വലിച്ച അറിയാത്തത്? എന്റെ ആങ്ങളെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനല്ലേ ഇപ്പൊ ഞങ്ങളെ ദ്രോഹിക്കാൻ ഏറ്റവും മുന്നിൽ നടക്കുന്നത്. അതിന്റെ കാരണം നിനക്കറിയില്ലേ ഗൗരി? കമ്പനിക്ക് നാണക്കേടുണ്ടാക്കിയ നിന്റെ ഭർത്താവിനെ അച്ഛൻ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയിരിക്കുക. തൽക്കാലം അത് പുനഃപരിശോധിക്കാൻ എനിക്കൊരു ഉദ്ദേശവുമില്ല. മോളെ, ഇവള് പറയുന്ന ഈ വർത്തമാനം കേട്ട് സമയം കളയാതെ നമുക്കിറങ്ങാം. രാഹുകാലത്തിന് മുമ്പ് ചുമതല ഏറ്റെടുക്കണം. വാ. എന്താ നിന്റെ പ്ലാൻ? സ്വാതിയോടൊപ്പം ചേർന്ന് എന്നെ ദ്രോഹിക്കാനാണോ? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. ഇനി ഗൗരിയച്ചയുടെ വാക്ക് കേട്ട്
എന്റെ തെറ്റ് ആവർത്തിക്കാൻ ഞാൻ തയ്യാറുമല്ല. ഓഹോ, അപ്പൊ ഇതുവരെ ചെയ്തതൊക്കെ മറന്ന് നീ വലിയ പുണ്യാളത്തിയായി. എടീ, നിന്റെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവളാ ആ സ്വാതി. അത് നീ മറക്കരുത്. മതി, നിർത്ത്. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. സ്വന്തം ഭർത്താവ് ചെയ്ത തെറ്റ് മറക്കാൻ സ്വാതി എടുത്തെ കുറ്റപ്പെടുത്തിയത് മതി. കമ്പനി കാണിച്ച കള്ളത്തരം പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രാണോ സ്വാതി എടുത്തിന്റെ വിഗ്രഹം രാജീവേട്ടന് ഉടച്ചു കളഞ്ഞത്? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. സ്വാതി എടുത്തി ആ പൂജയിൽ പങ്കെടുക്കരുതെന്ന് ആരാ തീരുമാനിച്ചത്? നിങ്ങളോ അതോ രാജീവേട്ടനോ? എടീ, എന്റെ വീട്ടിൽ താമസിച്ചുണ്ടാ നീ എനിക്കെതിരായിട്ട് സംസാരിക്കുന്നത്. അത് നിനക്ക് ഓർമ്മ വേണം. നിങ്ങളുടെ വീടോ? ഏത് വകയില്? കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീടാ ഭാര്യയ്ക്ക് സ്വന്തം വീട്. ആ കണക്ക് നോക്കിയാലേ ഇത് എന്റെ വീടാ. ഞാനേ ഈ വീട്ടിലെ ഇളയ മകന്റെ ഭാര്യ, മരുമകൾ. നിങ്ങളിവിടെ ഭർത്താവിനെയും കൂട്ടി വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നവൾ. നീ എന്റെ നേരെ പോരിന് വരുവാണോ? ആരോടും പോരെടുക്കാനും വഴക്കിടാനും ഒന്നും എനിക്കിനി വയ്യ. എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നിലതെറ്റിയിരിക്കുവാ ഞാൻ. എന്റെ ജീവിതത്തിലെ ആ തീരാ നഷ്ടത്തിന് കാരണം നിങ്ങളുടെ ഭർത്താവാ. അത് മറന്നു പോരുത്. ഞാൻ മാത്രല്ല, ഗിരിയേട്ടന് ആ സങ്കടത്തിന്ന് ഇതുവരെ മോചിതനായിട്ടില്ല. പിന്നെ ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പക്ഷേ ഇനി ഞാൻ എവിടെ പോയാലും എന്റെ ഭർത്താവ് എന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഉറപ്പാ. നീയേ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചു. കൂടെ കൊണ്ടു നടന്ന് ഈ വീട്ടിൽ നിവർന്നു നിൽക്കാൻ പ്രാപ്തിയാക്കിയതേ ഈ ഞാനാ. അത് നീ മറക്കരുത് നന്ദിനി. അതെനിക്ക് വേണ്ടിയാണോ? ഗൗരിയച്ചിയുടെ കുത്തിത്തിരിപ്പുകൾക്കൊപ്പം നിൽക്കാൻ എന്നെ കൂടെ കൂട്ടി. പാവം സ്വാതി എടുത്തേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. അതിന്റെ ശിക്ഷയാ ദൈവം ഇപ്പൊ എനിക്ക് തന്നത്. അങ്ങനെ സമാധാനിക്കാൻ ഞാനിപ്പോ. എടീ, സ്വാതി കമ്പനിയുടെ ചെയർമാൻ ആയപ്പോ നീ മറുകണ്ടം ചാടി. പക്ഷെ നീ ഒന്നും ഓർത്തോ, വരാനിരിക്കുന്നതേ വലിയ കളികളാ. നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കളികൾ. ഗൗരിച്ചി, സ്വാതി എടുത്തെ തോൽപ്പിക്കാനുള്ള ദുഷ്ടബുദ്ധി ഉപേക്ഷിച്ച് അവരുടെ കൂടെ നിൽക്കാൻ നോക്ക്. ചിലപ്പോ രാജീവേട്ടന് ജോലിയെങ്കിലും തിരിച്ചു കിട്ടും. കഞ്ഞി കുടിച്ച് കിടക്കാം. നീ എന്നെ അധിക്ഷേപിക്കുന്നോടി, കാൽക്കാശിന് വകയില്ലാത്ത തെണ്ടി. മുറിയിൽ ചെന്ന് കണ്ണാടി നോക്കി അതങ്ങ് സ്വയം വിളിച്ചാ മതി. ഭർത്താവിന്റെ സഹോദരി ആയതുകൊണ്ട് ഞാനത് ക്ഷമിക്കാം. ഇല്ലെങ്കിൽ ഈ കൈ ഇപ്പൊ കരണത്ത് പതിഞ്ഞേനെ. എന്ത് പറഞ്ഞടി? നിഴഞ്ഞ വേണ്ട ഗൗരിയച്ചി, നമ്മൾ തമ്മില് ഇങ്ങനെ ഒരു സീൻ മേലിലുണ്ടാവരുത്. തല്ല് വാങ്ങിക്കാൻ മാത്രല്ല, കൊടുക്കാനും എനിക്കറിയാം. സ്വാതി അടുത്ത് പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് കുറച്ചു നേരം വിശ്രമിക്കണം. പോട്ടെ. നിന്നെ ഞാൻ കാണിച്ചു തരാടി.